പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മൈൽസ് ആൻഡ് മെമ്മറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു സംസ്കാരവും അവരുടെ തലസ്ഥാനമായിരുന്ന ഒരു നഗരവുമാണ്. അതെ, ഇതാണ് ഇസ്താംബൂൾ. ഇസ്താംബൂളിന്റെ പഴയതും പുതിയതുമായിട്ടുള്ള സിറ്റിയുടെ ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതായത് ഇസ്താംബൂളിന്റെ പഴയ സിറ്റിയിൽ നിലകൊള്ളുന്ന ഒട്ടോമൻ തുർക്കികളുടെ ഭരണ സ്ഥിരാകേന്ദ്രമായിരുന്ന ടോപ്കപ്പി പാലസ്, ടോപ്കപ്പി പാലസിനുള്ളിലെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം നമ്മൾ സന്ദർശിക്കുന്നു. അതിനുശേഷം ടോപ്കപ്പി പാലസിനോട് തൊട്ടുചേർന്നുള്ള ഹഗിയ സോഫിയ എന്ന ലോകപ്രസിദ്ധമായ പള്ളി നമ്മൾ സന്ദർശിക്കുന്നു. അത് കഴിഞ്ഞ് ഇസ്താംബൂളിന്റെ തിലകക്കുറി പോലെ നിലകൊള്ളുന്ന ബ്ലൂ മോസ്ക് നമ്മൾ വിസിറ്റ് ചെയ്യുന്നു. പിന്നീട് ബ്ലൂ മോസ്കിന്റെ പരിസരത്ത് തന്നെയുള്ള ഹിപ്പഡ്രോം, അതുപോലെ തന്നെ ഗ്രാൻഡ് ബസാർ എന്നിവ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പോകുന്നത് ഇസ്താംബൂളിന്റെ പുതിയ നഗരമായ ടക്സിം ഏരിയയിലേക്കാണ്. അപ്പോൾ ടക്സിം ഏരിയയും ഇസ്തിക്ലാൽ സ്ട്രീറ്റും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇസ്താംബൂൾ എന്ന നഗരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇസ്താംബൂൾ എന്ന നഗരത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും പ്രമുഖവുമായിട്ടുള്ള എല്ലാ പോയിന്റുകളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് യാത്രകൾ തുടരാം, ഓർമ്മകളായി വറക്കാം. ഇപ്പം നമ്മൾ മുമ്പിൽ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് നിർമ്മിതികൾ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ കാണുന്നത് ടോപ്കപ്പി പാലസിന്റെ ചുറ്റുമതിലാണ്. ലെഫ്റ്റ് സൈഡിൽ മുമ്പിൽ കാണുന്നതാണ് ഹഗിയ സോഫിയ എന്ന് പറഞ്ഞിട്ടുള്ള പള്ളി. ഇത് രണ്ടുമാണ് ഈ ഏരിയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൻ്റെ ചുറ്റുമതിലിൻ്റെ ചേർന്നുള്ള എൻട്രൻസ്. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത്. ഈ അകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് ടോപ്കപ്പി പാലസിന്. ഒന്നാമത്തേത് ഇതിൻ്റെ ഭരണകേന്ദ്രമാണ്. രണ്ടാമത്തെ സുൽത്താൻ്റെ ഔദ്യോഗികമായിട്ടുള്ള താമസ സ്ഥലം. മൂന്നാമത്തെ സൈനികവും വിദേശകാര്യവും തീരുമാനമെടുക്കുന്ന സ്ഥലം. പിന്നെ 4-മത്തേത് പുണ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കേന്ദ്രം. ഇങ്ങനെ 4 പാർട്ടാണ് ഈ ടോപ്കപ്പി പാലസിനുള്ളത്. അപ്പോൾ ടോപ്കപ്പി പാലസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ടോപ്കപ്പി പാലസ് എന്ന് പറയുന്നത് ഒട്ടോമൻ തുർക്കികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം കാലം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ അടക്കി വാണിരുന്ന മുസ്ലിം സാമ്രാജ്യമായിരുന്നു ഒട്ടോമൻ തുർക്കികൾ. ഈ ഒട്ടോമൻ തുർക്കികളുടെ ഭരണ സ്ഥിരാകേന്ദ്രമായിരുന്നു ഇസ്താംബൂൾ. അവർ നിർമ്മിച്ച ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പാലസാണ് ടോപ്കപ്പി പാലസ്. ഇത് ടോപ്കപ്പി പാലസിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ 2400 ടർക്കിഷിൽ ഏകദേശം 50 യൂറോളം പൈസ കൊടുക്കണം. പക്ഷേ നമ്മുടെ ടൂറിനകത്ത് ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല, നമ്മളകത്തേക്ക് കയറാണ്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിലുള്ള ചില ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ടോപ്കപ്പി പാലസിൻ്റെ ടൂർ നിങ്ങൾ എടുക്കുമ്പോൾ ടിക്കറ്റ് ഉള്ളത് എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അകത്ത് കയറാൻ പറ്റത്തില്ല. 2400 ടർക്കിഷിലേക്കാണ്, 50 യൂറോ. ടോപ്കപ്പി പാലസ് സ്ഥിതി ചെയ്യുന്നത് ബോസ്ഫറസ് കടലിടുക്കിനോട് ചേർന്ന് ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1453 സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിന് ശേഷം 1460 ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 1478 കൊട്ടാരം പൂർത്തിയായി. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഇവിടെ നിന്നാണ് ഒട്ടോമൻ തുർക്കികൾ ലോകം ഭരിച്ചിരുന്നത്. ടോപ്കപ്പി പാലസിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസിനകത്തേക്ക് കയറി ഈ കാണുന്നതാണ് ടോപ്കപ്പി പാലസ്. അതിൻ്റെ മെയിൻ ഗേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയത് ഇമ്പീരിയൽ ഗേറ്റ് വഴിയാണ്. ഈ ഇമ്പീരിയൽ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു മന്ത്രിമാർ, അതായത് സുൽത്താൻ്റെ കീഴിലുള്ള മന്ത്രിമാർ രാജ്യത്തെ നിയന്ത്രിക്കുവാനായിട്ട് ഇരുന്നുകൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണവും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇവിടെയാണ്.
ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. ഇമ്പീരിയൽ കൗൺസിലിൻ്റെ ഒരു വലിയൊരു ഹോളുണ്ട്, പിന്നെ ഒരു കിച്ചൺ കോംപ്ലക്സ് ഉണ്ട്, പിന്നെ ട്രഷറി സെക്ഷൻസ്. അതായത് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ട്രഷറിയും അവിടുത്തെ എന്താ പറയുക സ്വർണത്തിൻ്റെയും എല്ലാം ഒരു സെലക്ഷൻ നമുക്കിവിടെ കാണാം. സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണ മന്ത്രിസഭകളും ഈ ഒരു ഏരിയയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒട്ടോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് യൂറോപ്പ് മുഴുവനും ഏഷ്യയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന സൗദി അറേബ്യ, GCC രാജ്യങ്ങളെല്ലാം ഒട്ടോമൻസിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലുള്ള ആദ്യത്തെ ബിൽഡിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആദ്യത്തെ ഈ ബിൽഡിങ്ങിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മന്ത്രിമാരെല്ലാം ഇരുന്നുകൊണ്ടിരുന്നത്. അതിന് അവർ ഇപ്പോൾ കുറച്ച് ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ കാലത്തെ അനുസ്മരിപ്പിക്കാനായിട്ട് കുറച്ച് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ വേറൊരു ബിൽഡിങ്ങിലേക്ക് കയറുകയാണ്. ഇത് 3-4 പാർട്ടായിട്ടാണ് ഈ കൊട്ടാരം കിടക്കുന്നത്. അതിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ മ്യൂസിയം പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു വലിയൊരു ട്രഷറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാണുവാനായിട്ട് സാധിക്കും. അത് മുമ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണിക്കാം. ഇപ്പം നമ്മൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ഇനി കാണുന്ന റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ട്രഷറിയും പണ്ടത്തെ ഓട്ടോമൻസ് യൂസ് ചെയ്തിരുന്നിട്ടുള്ള ഡ്രസ്സുകൾ, വാളുകൾ ഒക്കെ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയമാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചില തിരുശേഷിപ്പുകളൊക്കെയാണ് ലെഫ്റ്റ് സൈഡിലുള്ള മ്യൂസിയത്തിൽ ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് നേരെ മുമ്പിലേക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബോസ്ഫറസ് കടലിടുക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. നേരെ മുമ്പിലേക്ക്, ഇത് ബോസ്ഫറസ് കടലിടുക്കിന് ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു. നേരെ മുമ്പിലേക്ക് പോകുകയാണെങ്കിൽ ബോസ്ഫറസ് കടലിടുക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഇതിന് ആദ്യത്തെ മ്യൂസിയത്തിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ള ആദ്യത്തെ മ്യൂസിയത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഇതൊരു ട്രഷറി മ്യൂസിയം പോലത്തെ ഒരു സംഭവമാണ്. ഇവിടെ പണ്ട് കാലത്ത് ഒട്ടോമൻസ് യൂസ് ചെയ്തിരുന്ന ധാരാളം ട്രഷറി, അതായത് ഗോൾഡ്, അവരുടെ വാളുകൾ തുടങ്ങിയ പവിഴങ്ങൾ, മുത്തുകളെല്ലാം ധാരാളം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് ധാരാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇവിടെ വരുന്ന ആൾക്കാർക്ക്, ചിലപ്പോൾ സ്ത്രീകൾക്ക് വളരെയധികം കൗതുകം തോന്നും. നല്ല ഡിസൈനുള്ള ഇഷ്ടം പോലെ ആഭരണങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. ഇതൊരു ട്രഷർ ഏരിയ ആണ് കേട്ടോ. ഇവരുടെ ട്രഷറും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. They're so beautiful. It's crazy. You want to get in there? ഇനിയിപ്പോൾ അതൊക്കെ ബോസ്ഫറസ് കടലിടുക്കിന് സൈഡിലോട്ടുള്ള ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരാന്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോസ്ഫറസ് കടലിടുക്കിൻ്റെ ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കും. ഈ കാണുന്നതാണ് ബോസ്ഫറസ് ഏരിയ. ബോസ്ഫറസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏഷ്യയും യൂറോപ്പിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടലിടുക്കാണ്. ഇത് ടർക്കിയിലാണ്. അപ്പോൾ ടർക്കി നിങ്ങൾക്ക് അറിയാലോ, ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇതാണ് ആ കടലിടുക്ക്. ആ കടലിടുക്കാണ് കാണുന്നത്. അപ്പോൾ ബോസ്ഫറസിൻ്റെ ബ്രിഡ്ജ് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ബോസ്ഫറസ് ബ്രിഡ്ജും ന്യൂ സിറ്റി, ഓൾഡ് സിറ്റി എല്ലാം ഒരുമിച്ച് നമുക്കിത് കാണാൻ സാധിക്കും.
ഇതിപ്പോൾ വേറൊരു മ്യൂസിയമാണ് കേട്ടോ. ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഇവരുടെ യുദ്ധത്തിന് പോകുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പടച്ചട്ടകൾ, വാളുകൾ, ഇവരുടെ ആയുധങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ, പിന്നെ ഈ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില കട്ടിലുകൾ ഒക്കെയാണ് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സെക്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടല്ലോ വേറൊരു മ്യൂസിയത്തിലേക്ക് വന്നേ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് മ്യൂസിയങ്ങൾ ധാരാളം ഉണ്ട്. ഇത് വേറൊരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൽ വന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അവിടുത്തെ രാജാക്കന്മാരും അവിടെയുള്ള കൊട്ടാരത്തിലെ ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ, വാളുകൾ, തന്നെയുമല്ല അവരുടെ എന്താ പറയുക ശൈത്യകാലത്തും വേനൽക്കാലത്തും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ, രാജാവ് ജനങ്ങളെ കാണാനെത്തുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നിസ്സാരമൊന്നുമില്ല കേട്ടോ. ഒത്തിരി ടൈപ്പ്, ഒത്തിരി കളർ വസ്ത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വസ്ത്രങ്ങളുടെ കോട്ടൺ സാധാരണയായിട്ട് വന്നിരുന്നത് ഏഷ്യൻ സൈഡിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈ കോട്ടനും കാര്യങ്ങളും എല്ലാം ധാരാളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മുമ്പോട്ട് നടന്നിട്ട് ഇവിടുത്തെ റോയൽ ഗാർഡൻ ഉണ്ട്. റോയൽ ഗാർഡൻ പിന്നെ ബോസ്ഫറസിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, ഇത് രണ്ടും നോക്കിയാണ് നമ്മൾ പിന്നെ മുമ്പോട്ട് നടക്കുന്നത്. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ഏറ്റവും പുറകിലത്തെ സൈഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റോയൽ ഗാർഡൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് റോയൽ ഗാർഡൻ്റെ ഒരു ഏരിയ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഇതിനു മുമ്പ് നെതർലാൻഡ്സിലെ ക്യുക്കിനോഫ് ഗാർഡൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ക്യുക്കിനോഫ് ഗാർഡൻ്റെ വീഡിയോ ചെയ്തു. അപ്പോൾ അവിടെയുള്ള ടുലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പുഷ്പങ്ങൾ തുർക്കിഷ് രാജാക്കന്മാർ അവിടെയുള്ള ഡച്ച് രാജ്ഞിക്ക് സമ്മാനമായി കൊടുത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ ധാരാളം ടുലിപ്പുകൾ, പണ്ട് ഒട്ടോമൻസിൻ്റെ കാലത്ത് ഇവിടെ ധാരാളം ടുലിപ്പുകൾ ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുപോയതാണ്. അതിനുശേഷം ഡച്ച് രാജ്ഞി പുള്ളിക്കാരത്തിയുടെ ഉദ്യാനത്തിൽ നട്ടു വളർത്താനായിട്ടാണ് ഇവിടുന്ന്, അതായത് ഈ ഒട്ടോമൻ തുർക്കികളുടെ കൊട്ടാരത്തിൽ നിന്നാണ് ആ തുലിപ്പ് പുഷ്പങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പ് കപ്പി പാലസിലെ ഏറ്റവും പരിപാവനമായ ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെയാണ്, ഇതൊരു പള്ളി പോലെയാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് മുസ്ലിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ സേക്രഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത് എപ്പോഴും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഖുർആൻ പാരായണം കേൾക്കാം. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാം. കാരണം ഇതിനകത്ത് പണ്ട് കാലത്ത് പ്രവാചകനായ മുഹമ്മദ് നബി ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ചെരുപ്പുകൾ, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളുകൾ, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ചില കുറിപ്പുകൾ ഒക്കെ നമുക്ക് ഈ മ്യൂസിയത്തിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. 16-ാം നൂറ്റാണ്ട് മുതൽ
ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്ന 1918 വരെ ഈ പറയുന്ന മക്കയും മദീനയും നോക്കിയിരുന്നത് തുർക്കിഷ്, അതായത് ഒട്ടോമൻ തുർക്കികളായിരുന്നു. ഇവരുടെ സംഭാവനയാണ് ഈ പള്ളികളുടെ ഈ പരിപാലനം, പുണ്യസ്ഥലങ്ങളുടെ പുനർനിർമ്മാണ പ്രവൃത്തികളെല്ലാം ഒട്ടോമൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അന്ന് മുതൽ ഇപ്പോൾ ഈ കാണുന്ന ഈ റൂമിൽ ഒരു കാര്യം ഒരിക്കലും മുടക്കാതെ അവർ തുടരുന്നത് 24 മണിക്കൂറുമുള്ള ഈ ഖുർആൻ പാരായണമാണ്. ഒട്ടോമൻ തുർക്കികൾ 1517 മുതൽ 1916 വരെ ലോക മുസ്ലിങ്ങളുടെ കാവൽ ചുമതലയും ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് ഒട്ടോമൻ തുർക്കികളെ ആ സമയത്ത് ഖലീഫകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാൽപ്പാടുകളാണ് കേട്ടോ. ഇവരിത് ഒരു എന്താ പറയുക, സിൽവർ പ്ലേറ്റിൽ ആലേഖനം ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മുസ്ലിം ലോകത്തിൻ്റെ ആത്മീയ പൈതൃകത്തിൻ്റെ നിശബ്ദ കാവൽക്കാരായിട്ടാണ് ഒട്ടോമൻ തുർക്കികൾ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഒട്ടോമൻ സാമ്രാജ്യം 400 വർഷത്തിലേറെ ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ 2 നഗരങ്ങളായ മക്കയും മദീനയും സംരക്ഷിച്ചിരുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതായത് ഈ മക്കയും മദീനയും സൗദി അറേബ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 100 വർഷത്തിൽ താഴെ ആയിട്ടേ ഉള്ളൂ. 1918 ഇത് സൗദി അറേബ്യയുടെ കീഴിലേക്ക് വന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പല ചരിത്രപരമായിട്ടുള്ള വസ്തുക്കളും അതായത് ഒട്ടോമൻ തുർക്കികൾ അവരുടെ ഭരണകാലത്ത് മക്കയിൽ നിന്നും മദീനയിൽ നിന്നും തുർക്കിയിലേക്ക് കൊണ്ടുവന്നതാണ്. അവർ ലോക മുസ്ലിങ്ങളുടെ ഖലീഫയായിട്ട് വാഴുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവർക്ക് ഇതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇവിടെ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവർ കൊണ്ടുവന്ന പ്രവാചകൻ്റെ ഒരു മുടിയാണ്. അതിവിടെ ഇവരിവിടെ ആരാധിക്കുന്നൊന്നുമില്ല, ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ. ഇതിനെല്ലാം ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് കാണാം ഈ ഏരിയയിലെല്ലാം ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഒത്തിരി നേരം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വ്ളോഗ് പോലെ പറയാനോ ഒന്നും ഇവർ സമ്മതിക്കുന്നില്ല. കാണുക, ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കാം, പെട്ടെന്ന് പോകാം. അതാണ് ഇവർ ആൾക്കാരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ട് വേണം നിൽക്കുവാനായിട്ട്. കാരണം ഇവിടെ ഖുർആൻ പാരായണം കേൾക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ
ഇത് വളരെയധികം എന്താ പറയുന്നത് വിശുദ്ധമായിട്ടാണ് ഈ ഏരിയ അവർ കണക്കാക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ടോപ്പ് കപ്പി മ്യൂസിയം, ടോപ്പ് കപ്പി പാലസ് നമ്മൾ കണ്ടു. ടോപ്പ് കപ്പി പാലസ്, ഇതാണ് ടോപ്പ് കപ്പി പാലസ് എൻട്രൻസ്. ഇതിന് തൊട്ടടുത്ത് ഈ കാണുന്നതാണ് ഹഗിയ സോഫിയ. ഇവർ ടർക്കിഷിൽ ആയ സോഫിയ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ഹഗിയ സോഫിയാണ്. ഹഗിയ സോഫിയ എങ്ങനെ ഉണ്ടാവുന്നുള്ള കാര്യം നമുക്ക് ഇനി കാണാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ വർക്ക് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി മെയിൻ്റനൻസ് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു, നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് വിസിറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഒരിഞ്ഞ ക്യൂ ആണോ. നമ്മളൊത്തിരി വലിയൊരു കയറ്റം കയറി മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഹഗിയ സോഫിയ പള്ളിയുടെ ഉൾവശം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ വിസിറ്റേഴ്സ് ഗാലറി പോലെയുള്ളൊരു സ്ഥലത്താണ്. ഇതിൻ്റെ 2ാം നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ ഹഗിയ സോഫിയയുടെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ഹഗിയ സോഫിയയുടെ ചരിത്രം ആരംഭിക്കുന്നത് ക്രിസ്തുവിന് ശേഷമുള്ള 537 വർഷത്തിലാണ്. ബൈസന്തൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ 1 ഇത് നിർമ്മിക്കാൻ ഉത്തരവിട്ടത്. 3 തവണ പുനർനിർമ്മാണം ചെയ്തിട്ടാണ് ഇപ്പോൾ കാണുന്ന ഹഗിയ സോഫിയ പള്ളി ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഒരു ഓർത്തഡോക്സ് ചർച്ചായിരുന്നു. ലോകത്തിലെ ആ കാലത്തുള്ള ഏറ്റവും വലിയ പള്ളിയായിരുന്നു ഇത്. അതിനുശേഷം 1453 ഒട്ടോമൻ തുർക്കികളിലെ മഹാനായ ചക്രവർത്തിയായിരുന്ന സുൽത്താൻ അഹമ്മദ് ഫത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നു. അതിനുശേഷം ഹഗിയ സോഫിയ ഒരു മസ്ജിദായിട്ട് അവരത് മാറ്റുകയാണ് ഉണ്ടായത്. അതായത് ഓർത്തഡോക്സ് പള്ളിയെ AD 537 പണിത ഓർത്തഡോക്സ് പള്ളിയെ 1453 ഇവർ ഹഗിയ സോഫിയ മസ്ജിദ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത് അതൊരു മസ്ജിദാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ തുർക്കികളുടെ കാര്യം ഞാൻ ഇതിന് തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒട്ടോമൻ തുർക്കികൾ അക്കാലത്ത് മക്കയും മദീനയും ഭരിച്ചിരുന്ന അതിശക്തരായ ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമകളായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ പുറം സൈഡിൽ കണ്ടിരുന്ന മിനാറുകളും എല്ലാം ഒട്ടോമൻ കാലത്ത് അവർ കൂട്ടിച്ചേർത്തതാണ്. ഇതിനുശേഷം 1935 തുർക്കിയുടെ, അതായത് ഇപ്പോൾ കാണുന്ന സ്വാതന്ത്ര്യാനന്തരത്തിന് ശേഷമുള്ള തുർക്കിയുടെ സ്ഥാപകനായ മുസ്തഫ കമാൽ അറ്റാതുർക്ക് ഹഗിയ സോഫിയയെ ഒരു മ്യൂസിയമാക്കി പ്രഖ്യാപിച്ചു. അപ്പോൾ അത്രയും കാലം മസ്ജിദായിരുന്ന സ്ഥലം അവർ 1935 ഒരു മ്യൂസിയമായിട്ട് ലോകത്തുള്ള സന്ദർശകർക്ക് തുറന്നു കൊടുത്തു. അതിനുശേഷം 2020 ഹഗിയ സോഫിയ വീണ്ടും ഒരു മസ്ജിദായി. ഇപ്പോൾ താഴെ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. എല്ലാ ഭാഗത്തു നിന്നുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ താഴത്തെ ഭാഗം, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ താഴെയുള്ള ഭാഗത്ത് ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. ഞാനെത്തിയതൊരു വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് വെള്ളിയാഴ്ചത്തെ പ്രയറിനുള്ള ആൾക്കാർ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വാളുകളിൽ, അതായത് ഇതിൻ്റെ ചുവരുകളിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം യേശുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും ഉണ്ണി യേശുവിൻ്റെയും ചിത്രങ്ങൾ. ഇപ്പോഴും ആ പണ്ട് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ പള്ളിയാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ ചുവരുകളിൽ അത് നിറം മങ്ങാതെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇവർ. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. അപ്പോൾ
ഒട്ടോമൻ്റെ കാലത്ത്, ഒട്ടോമൻ തുർക്കികളുടെ കാലത്ത് ഈ അറബിയിലുള്ള എഴുത്തുകൾ, ഇതിൻ്റെ മുകളിൽ കാണുന്ന അറബിയിലുള്ള എഴുത്തുകൾ ഒട്ടോമൻ തുർക്കികളുടെ കാലത്ത് അവർ എഴുതി ചേർത്താണ്. ഇപ്പം നിങ്ങൾ കാണുന്ന പണ്ട് കാലത്ത് മാമോദീസ കൊടുക്കുവാനായിട്ട്, ഓർത്തഡോക്സ് ചർച്ചാണല്ലോ, അപ്പം മാമോദീസ കൊടുക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു എന്താ പറയുന്നത് കൽത്തൊട്ടിൽ പോലത്തെ ഒരു സ്ഥലമാണെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത്. ഇപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങി. ഇപ്പം താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്താണ്, ഇതിലൂടെയാണ് എന്താ പറയുന്നത് നിസ്കരിക്കാനായിട്ട്, അതായത് ടർക്കിഷ് സിറ്റിസൺസിന് നിസ്കാരത്തിന് വേണ്ടിയിട്ട് അകത്തേക്ക് കയറുവാനായിട്ടുള്ള വഴിയാണിത്. ഇപ്പോൾ ഇവിടെ മസ്ജിദ് ആയതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ഇവിടെ നിസ്കാരത്തിനായിട്ട് എത്താറുണ്ട്. നമ്മൾ ഹഗിയ സോഫിയയുടെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പതുക്കെ ബ്ലൂ മോസ്കിലേക്ക് പോവുകയാണ് കേട്ടോ. അതായത് ഇസ്താംബുളിലെ തിലകക്കുറി പോലെ നിൽക്കുന്ന, ഇസ്താംബുളിലെ ഏറ്റവും അധികം സന്ദർശകരെത്തുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് ബ്ലൂ മോസ്ക്. ഈ ബ്ലൂ മോസ്കിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് ബ്ലൂ മോസ്ക്. നമ്മൾ ബ്ലൂ മോസ്കിലേക്ക് പോവുകയാണ്. ഇതാണ് നമുക്കിപ്പോൾ കാണാവുന്നതാണ് ബ്ലൂ മോസ്ക്. നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്താംബുളിലെ ഏറ്റവും പ്രശസ്തമായ മസ്ജിദാണ് സുൽത്താൻ അഹമ്മദ് ഒന്നാമൻ 1609 പണി കഴിപ്പിച്ച ബ്ലൂ മോസ്ക്. 1616 ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഞാനിവിടെ എത്തിയത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ പ്രെയറിന് ശേഷമാണ് ഇവിടെ മസ്ജിദ് ബ്ലൂ മോസ്ക് സാധാരണ സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുറത്ത് ധാരാളം സമയം ചുമ്മാ കറങ്ങി നടക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷമാണ് നമ്മൾക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു പ്രവേശനം റെഡിയായത്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. ഈ മെയിൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ഈ പള്ളിയുടെ മെയിൻ കോർട്ട്യാർഡിലേക്ക് എത്തുന്നത്. പള്ളിയുടെ അകത്ത് കയറാനായിട്ട് വേറൊരു വഴിയിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ പുറത്തുള്ള നമ്മളിപ്പോൾ കണ്ട നമ്മൾ നടന്നു വന്ന വഴിയിലൂടെ തന്നെ ഒരു വലിയൊരു ക്യൂ രൂപപ്പെട്ടതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം ക്യൂവിൽ നിന്നതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുവാനായിട്ട് സാധിച്ചത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഏരിയയാണ് ഇവിടുത്തെ മെയിൻ കോർട്ട്യാർഡ്. ഈ കോർട്ട്യാർഡിൽ നമുക്കൊന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് വേറെ സെപ്പറേറ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ബ്ലൂ മോസ്കിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 1 മണിക്കൂറിലധികം ക്യൂ നിന്നതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുവാനായിട്ട് സാധിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, വെള്ളിയാഴ്ചയായിരുന്നു, പ്രെയറിൻ്റെ ടൈമായിരുന്നു. അതിനുശേഷം രാവിലെ തൊട്ടുള്ള പാസഞ്ചർ മൊത്തം ഇവിടെ ക്യൂ നിന്നതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറിയത്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേനും ശരിക്കും ഞെട്ടിപ്പോയി. വിശാലമായിട്ടുള്ള ഒരു പള്ളിയും ആ പള്ളിയുടെ ശില്പചാതുര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു പള്ളി. പറയുന്നതനുസരിച്ച് 1600കളിൽ ലോകത്തിലെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ളതും ഏറ്റവും വലിയതുമായിട്ടുള്ള പള്ളിയായിരുന്നു ബ്ലൂ മോസ്ക് എന്നാണ്. കാരണം ആ സമയത്ത് ഒട്ടോമൻ തുർക്കികളായിരുന്നു മക്കയുടെയും മദീനയുടെയും നടത്തിപ്പും സൂക്ഷിപ്പും ഒട്ടോമൻ തുർക്കികളുടെ കൈകളിലായിരുന്നു. അപ്പോൾ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് കാണാൻ പറ്റിയതിലും വെച്ച് ഏറ്റവും വലുതും ഏറ്റവും സുന്ദരവുമായ പള്ളിയായിരുന്നു 1600കളിൽ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ നിർമ്മാണ ശൈലി എന്ന് പറയുമ്പോൾ ഇതിന് മൊത്തത്തിൽ 6 മിനാറുകളാണുള്ളത്. ഈ 6 മിനാറുകൾ അന്നത്തെ കാലത്ത് മക്കയിലെ പള്ളിക്ക് മാത്രമേ 6 മിനാറുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഒട്ടോമൻ ഭരണാധികാരികൾ പിന്നീട് മക്കയിൽ ഒരു അധിക മിനാറും കൂടെ പണിതു എന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ഇതിനുള്ളിൽ സുന്ദരമായിട്ടുള്ള എന്താ പറയുന്നത് ഇസ്മിക് ബ്ലൂ ടൈൽസ് വെച്ചിട്ടാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ മോസ്ക് എന്ന് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ ബ്ലൂ മോസ്കിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ബ്ലൂ മോസ്ക്. ഇതിൻ്റെ ശില്പചാതുര്യം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. നിങ്ങൾ നോക്കി,
നമ്മൾ ഈ പള്ളിക്കുള്ളിൽ കയറുമ്പോൾ ഷൂസ് ഒഴിവാക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ കയ്യിൽ പിടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഷൂ വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ പാൻറ് ഇട്ടുകൊണ്ട് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഷോർട്സ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ തല മറയ്ക്കണമെന്ന് നിർബന്ധമാണ്. നമ്മൾ ബ്ലൂ മോസ്കിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം പതുക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന് തൊട്ടടുത്ത് തന്നെ ഹിപ്പോഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ ബ്ലൂ മോസ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും നമ്മുടെ ഗൈഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയ്ക്ക് മൊത്തത്തിൽ പറയുന്നത് ഹിപ്പോഡ്രോം എന്നാണ്. ഹിപ്പോഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കോഴ്സ്, അതായത് ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അവർ പറയണ്ട, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വലിയൊരു ഒരു സ്തൂപമില്ല, ഈ സ്തൂപം എന്ന് പറയുന്നത്, ഈ സ്തൂപം കൊണ്ടുവന്നിരിക്കുന്നത് കർണക് ടെമ്പിൾ എന്നാണ്. കർണക് ടെമ്പിൾ അറിയാലോ, ഈജിപ്തിലെ കർണക് ടെമ്പിൾ എന്നാണ് ഈ സ്തൂപം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കാണുന്ന സ്തൂപം, ഇതിൻ്റെ പുറകിൽ വേറൊരു സ്തൂപം ഇങ്ങനെയുണ്ട്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഡൽഫി എന്നാണ്, ഗ്രീസിൽ നിന്ന്. അതായത് രണ്ട് സംസ്കാരങ്ങളുടെ കൂടിച്ചേരലാണ് ഹിപ്പോഡ്രോമിൽ നമുക്കിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് എന്ത് കാണിച്ചെന്ന് വെച്ചാൽ, ഈ രാജ്യം പിടിച്ചടക്കിയതിന് ശേഷം പുള്ളിക്കാരൻ ചെയ്ത പരിപാടി ആദ്യമേ കർണക് ടെമ്പിളിൽ നിന്ന് ഈ വലിയ സ്തൂപം കൊണ്ടുവന്നു. അതിനുശേഷം ഇത് ആ കാണുന്ന സാധനം നമ്മുടെ ഗ്രീസിലെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നു. AD 203 റോമൻ ചക്രവർത്തിയായിരുന്ന സെപ്റ്റിമിയസ് സിവീറസ് എന്നുള്ള ആളാണ് ഇത് നിർമ്മിച്ചത്. പിന്നീട് കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് AD 330 ഇതിനെ വിപുലീകരിക്കുകയാണ് ഉണ്ടായത്. ഇത് പുരാതന കാലത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻ്റർ ആയിരുന്നു. ഇവിടെയാണ് ഹോഴ്സ് റൈഡിങ്, രാഷ്ട്രീയ പ്രസംഗങ്ങൾ, സൈനിക പരേഡുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഗൈഡ് പറഞ്ഞു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പണ്ട് കാലത്ത്, അതായത് ചക്രവർത്തിമാർ, ഒട്ടോമൻ തുർക്കികളുടെ കാലത്തും അല്ലെങ്കിൽ ബൈസന്തൻ ഭരണകാലത്തും റോമൻ ഭരണകാലത്തും ഇവിടെ നടന്നിരുന്ന നോർമലായിട്ടുള്ളൊരു ഇവൻറ്റിൽ ഏകദേശം 50,000-ലധികം ആളുകൾ ഒരേ സമയത്ത് പങ്കെടുത്തിരുന്നു എന്നാണ്. ഇത് കാണുവാനായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ടും ഏകദേശം 50,000-ൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത്. ബൈസന്തൻ സംസ്കാരം, റോമൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, അത് കഴിഞ്ഞ് ഒട്ടോമൻ ടൂർക്സിൻ്റെ സംസ്കാരം, ഇത് മൊത്തം നമുക്ക് ഇപ്പോൾ ഈ ഒരു ബ്ലൂ മോസ്കിൻ്റെ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ബ്ലൂ മോസ്ക് കണ്ടതിന് ശേഷം പതുക്കെ ഓൾഡ് സിറ്റിയിലൂടെ തന്നെ നടന്ന് നമ്മൾ ഗ്രാൻഡ് ബസാറിലേക്ക് പോവുകയാണ്. ബ്ലൂ മോസ്കിന് തൊട്ടടുത്ത് തന്നെയാണ് ഗ്രാൻഡ് ബസാർ. ഏകദേശം ഒരു 500 മീറ്റർ മുമ്പിലേക്ക് നടന്നാൽ മതി. ഇപ്പോൾ ഗ്രാൻഡ് ബസാറിലേക്ക് പതുക്കെ നടന്നു പോവുകയാണ്. ഇവിടുത്തെ റോഡുകളിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ട്രാമുകൾ ഇഷ്ടംപോലെ കാണാം. ഇത് ഓൾഡ് സിറ്റിയാണ്, ഇത് ന്യൂ സിറ്റിയുടെ ഏരിയ അല്ല, ഇത് ഓൾഡ് സിറ്റിയാണ്. നമ്മൾ അതൊക്കെ ഗ്രാൻഡ് ബസാറിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഗ്രാൻഡ് ബസാറിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ബസാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. 1461 ഒട്ടോമൻ സുൽത്താൻ മെഹമ്മദ് ദ കോൺകററാണ് ഗ്രാൻഡ് ബസാർ പണിയാൻ ആരംഭിച്ചത്. 600 വർഷം പിന്നിട്ടിട്ടും ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ട്രഡീഷണൽ കവേർഡ് മാർക്കറ്റ്, അതായത് കവർ ചെയ്തപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നാണ് ഗ്രാൻഡ് ബസാർ. ഗ്രാൻഡ് ബസാർ എത്ര വലുതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 4000 ഷോപ്പുകളാണ് ഇതിനുള്ളിൽ ഉള്ളത്. 60 ചെറിയ ചെറിയ വഴികൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു മുനിസിപ്പാലിറ്റി പോലത്തെ ഒരു സ്ഥലമാണ് ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്നത്. ഒരു ദിവസം ഏകദേശം 3 തൊട്ട് 5 ലക്ഷം ആളുകൾ വരെ ഗ്രാൻഡ് ബസാറിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനുള്ളിലെ തിരക്ക് നിങ്ങൾക്ക് കാണാം. ഇത്രയും ആളുകൾ ഇവിടെ ഒരു ദിവസം വരുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടർക്കിഷ് കാർപ്പറ്റുകൾ വളരെ സുന്ദരമാണ് കേട്ടോ. നിങ്ങൾക്ക് ടർക്കിഷ് കാർപ്പറ്റ് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത് ഇവിടെയാണ്. ലെതർ ഐറ്റംസ് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ സിൽവർ ആൻഡ് ഗോൾഡ് ജ്വല്ലറീസ് ഇവിടെ കിട്ടും. ഇവിടെ തനത് രീതിയിലുണ്ടാക്കുന്ന ജ്വല്ലറീസ് ഇവിടെ കിട്ടും. പിന്നെ ടർക്കിഷ് ലാൻറ്റേൺ, പിന്നെ എന്താ പറയുക, സ്പൈസസിൻ്റെ ഒരു വലിയൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. സെറാമിക്സ് ഒക്കെയാണ് ഇതിനകത്ത് വേറെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇവിടെ നമ്മൾ കറങ്ങുമ്പോൾ
എന്താ പറയുന്നത്, അതിഭയങ്കരമായിട്ടുള്ള ഒരു ക്രൗഡ് ആയതുകൊണ്ട് തന്നെ നല്ല സൗണ്ടാണ് ഇതിനുള്ളിൽ. മസാലയുടെയൊക്കെ നല്ല മണം ഇതിനകത്തൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇഷ്ടം പോലെ ആളുകൾ ഉള്ള ഒരു വലിയൊരു ഏരിയ. ഈ ഗ്രാൻഡ് ബസാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടോമൻസ് ആണ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒട്ടോമൻ ആർക്കിടെക്ചറിൻ്റെ മഹത്തായിട്ടുള്ള കാര്യം തന്നെയാണിത്. ഇതിനകത്തുള്ള സീലിങ്സ് ഒക്കെ പണ്ടത്തെ പോലെ തന്നെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഇവിടെ ഗേറ്റ് 1, നമ്മളിപ്പോൾ കയറി വന്നത് ഗേറ്റ് 1 പക്ഷേ ഗേറ്റ് 22 വരെയുള്ള പ്രവേശന കവാടങ്ങൾ ഇവിടെയുണ്ട്. അതായത് 22 സ്ഥലത്ത് നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഇസ്താംബൂളിൻ്റെ പഴയ സിറ്റിയുടെ ഏരിയ ആണ്. അതായത് ഇച്ചിരി ക്രൗഡഡ് ആയിട്ടുള്ള, ഇച്ചിരി എന്താ പറയുക, പഴയ ബിൽഡിങ്ങുകൾ മാത്രം നിൽക്കുന്ന ഇസ്താംബൂളിന്റെ പഴയ നഗരം. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇസ്താംബൂളിന്റെ പുതിയ സിറ്റിയാണ്. അതായത് ടക്സിം എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്താംബൂളിന്റെ ഏരിയ ആണ് ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ടക്സിം ഏരിയയിൽ തന്നെയാണ് താമസിച്ചത്. ടക്സിമിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ പുറകിലുള്ള പേര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. അതുകൊണ്ട് തന്നെ ടക്സിമിലേക്ക് വരാൻ ഭയങ്കരമായിട്ട് എളുപ്പമായിരുന്നു. ഞാനൊരു ട്രാവൽ ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ടക്സിം ഏരിയയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. കാരണം ഇവിടെ ഷോപ്പിങ്ങിനാണെങ്കിലും എന്താ പറയുക, ഫുഡിൻ്റെ ഓപ്ഷൻ ആണെങ്കിലും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ടക്സിം ഏരിയയിലാണ് സാധാരണ എല്ലാവരും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ടക്സിം ഏരിയയിൽ തന്നെ താമസിക്കാമെന്ന് വെച്ചത്. സോ സാധാരണ ഇസ്താംബൂൾ ഓൾഡ് സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്നുമല്ല, വളരെ ക്രൗഡഡാണ്. പക്ഷേ ടക്സിം ഏരിയ അടിപൊളിയാണ്. ഇതിൻ്റെ നടുക്കൂടെ ഒരു ട്രാമിൻ്റെ ഒരു സർവീസ് ഉണ്ട്. ട്രാമിൻ്റെ സർവീസ് കാണാൻ നല്ല രസമാണ്. വൈകുന്നേരം കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിരുന്നു. അടിപൊളിയാണ് ട്രാമിൻ്റെ സർവീസ്. ഇതിൻ്റെത് ഇത്രയും തിരക്കുള്ളൊരു സ്ട്രീറ്റ് ആണെങ്കിലും ഇതിൻ്റെ നടുക്കൂടെ ട്രാമിൻ്റെ സർവീസ് ഉണ്ട്. അതാണ് ട്രാമിൻ്റെ ട്രാക്ക്. ഇത് അങ്ങനെ അവിടെ പോയിട്ട് നേരെ ടക്സിമിലേക്കാണ്. ഈ ട്രാക്കിൽ കൂടെ നേരെ നടന്നിട്ടുണ്ടെങ്കിൽ ടക്സിമാണ്. ഇവിടെ ഷോപ്പിങ്ങിനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇസ്താംബൂൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഓൾഡ് സിറ്റി പോലെ തന്നെ ഷോപ്പിങ്ങിനായിട്ടുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്നലെ ഓൾഡ് സിറ്റിയിലുള്ള ഗ്രാൻഡ് ബസാർ കവർ ചെയ്തായിരുന്നു. ഗ്രാൻഡ് ബസാറിനേക്കാളും കുറച്ചുകൂടെ ഹൈ എൻഡ് ഷോപ്പിംഗ് ആണ് ഇവിടെ. ഗ്രാൻഡ് ബസാറിൽ കുറച്ച് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടും, പക്ഷേ ഇവിടെ ഹൈ എൻഡ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോപ്പുകളുടെ പേരുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇസ്താംബൂളിൽ വരുമ്പോഴത്തേനും ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇവിടുത്തെ സ്വീറ്റ്സ്, ടർക്കിഷ് സ്വീറ്റ്സ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണിത്. ഹാഫീസ് മുസഫ എന്ന് പറഞ്ഞിട്ടുള്ള ടീ ഷോപ്പ്. ഇത് ടക്സിമിൽ തന്നെ 4-5 ഷോപ്പുണ്ട്. 1864 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്വീറ്റിൻ്റെ ഷോപ്പാണ്. ഇഷ്ടം പോലെ സ്വീറ്റ്സ് ഇവിടെ അടിപൊളിയാണ്. ഇവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. ഇതിനകത്ത് കഴിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അടിപൊളിയാണ്. ഞാനിപ്പോൾ പകൽ സമയത്ത് ഇറങ്ങേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഇവിടെ വീഡിയോ പിടിക്കലൊക്കെ ഭയങ്കര പാടാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഭയങ്കര തിരക്കാണ്. ഈവനിങ് ടൈം ആകുമ്പോൾ ഇത് ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്താണ് നടക്കാനായിട്ട് നല്ലത്. എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് വേറൊരു കടയാണ്. സറൈ ഫബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം.
നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ട്രെയിനല്ല, ട്രാം വരുന്നുണ്ട്. നമുക്ക് കാണാം. ഇതാണ് ടക്സിം സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇസ്താംബുൾ വിസിറ്റ് ചെയ്യുന്നവരോട് ഒരു ട്രാവൽ ഏജൻറ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ കുറച്ച് പൈസ ലാഭത്തിന് വേണ്ടിയിട്ട് ഓൾഡ് സിറ്റിയിൽ താമസിക്കുന്നതിനേക്കാളും നല്ലത് ഒരു $30 തൊട്ട് ഒരു $40 വരെ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടക്സിം ഏരിയയുടെ ചുറ്റുപാടിൽ ടക്സിം സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ ഇസ്തിക്ലാൽ അവന്യൂവിൻ്റെ ഏരിയയിൽ നമുക്ക് താമസിക്കാനായിട്ട് സാധിക്കും. ഇവിടെ താമസിക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. ഷോപ്പിംഗ് വളരെ എന്താ പറയുക, നല്ല ലക്ഷറി ഷോപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഷോപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ബാക്കിയുള്ള ഈവനിങ് ടൈമിലുള്ള ലൈഫ് ഇവിടെ അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ ഓൾഡ് സിറ്റിയിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഓൾഡ് സിറ്റി ഭയങ്കര ക്രൗഡഡാണ്. ചെറിയൊരു സ്ഥലമാണ്, വളരെ ഇടുങ്ങിയ റോഡുകളാണ്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൂ മോസ്ക് ഇരിക്കുന്ന ആ ഏരിയ, ബ്ലൂ മോസ്ക് ഇരിക്കുന്ന ഏരിയ, ഗ്രാൻഡ് ബസാറിൻ്റെ ഏരിയ, അവിടെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് ആൽക്കഹോൾ കിട്ടത്തില്ല. അപ്പം നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൾഡ് സിറ്റിയിൽ താമസിക്കാതെ, ഓൾഡ് സിറ്റിയിൽ പബ്ബില്ലെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നല്ല ഹോട്ടലിനുള്ളിൽ നമുക്ക് അവർക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ബാറിൽ നമുക്ക് ഇത് കിട്ടും. പക്ഷേ ഇവിടെ പബ്ബുകളോ നമുക്ക് എന്താ പറയുന്നത്, ഒരു കള്ള് കുടിക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻസ് ഓൾഡ് സിറ്റിയിൽ വളരെ കുറവാണ്. അതെല്ലാം ഈ ടക്സിം ഏരിയയിൽ തന്നെ വരേണ്ടി വരും. പിന്നെ നിങ്ങൾ ഒരു 4-5 പേര് കൂടിയിട്ട് വരികയാണെങ്കിൽ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഏരിയയിൽ വരുന്നതായിരിക്കും. ഇസ്തിക്ലാൽ സ്ട്രീറ്റിൽ വന്നിട്ട് ടക്സിം ഏരിയയിൽ സ്റ്റേ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നമ്മൾ നടന്നു വന്നപ്പോൾ കണ്ട വേറൊരു വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. ടർക്കി നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ ഒരു മുസ്ലിം രാജ്യമാണല്ലോ. ഇവിടെ നമുക്ക് ഒരു സെൻറ്റ് ആൻ്റണിയുടെ പേരിലുള്ള ഒരു പള്ളി, ഇവിടെ ഒരു പോലീസ് സെക്യൂരിറ്റി കണ്ടതുകൊണ്ടാണ്, ഗണ്ണ് പിടിച്ചിട്ടുള്ള പോലീസുകാരെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പള്ളി ശ്രദ്ധിച്ചത്. ഇതിൻ്റെ പുറകിൽ കാണുന്നത് ഇപ്പോൾ സെൻറ്റ് ആൻ്റണിയുടെ പേരിലുള്ള ഒരു പള്ളിയാണ്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ടക്സിം ഏരിയയും ഇസ്തിക്ലാൽ സ്ട്രീറ്റും ഉൾപ്പെടുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ പുതിയൊരു സ്ഥലവും പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ യാത്രകൾ തുടരാം. ഓർമ്മകളായി വരക്കാം. നന്ദി, നമസ്കാരം.